മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കണം, എന്നോടല്ല ചോദിക്കേണ്ടത്. പിന്നെ എന്ത് കാണിക്കാനാണ്, എന്ത് മൂഞ്ചാനാണ് ഈ കലിംഗ സമ്മേളനത്തിൽ പോയിരിക്കുന്നത്? ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണം. ഈ മോഹന വാഗ്ദാനങ്ങളിൽ ഞാൻ ആരെയും വീഴ്ത്തത്തില്ല, അല്ലെങ്കിൽ മോഹന വാഗ്ദാനങ്ങൾ ഞാൻ ആർക്കും കൊടുക്കത്തില്ല എന്ന് സുരേഷ് ഗോപി നാഴികയ്ക്ക് 40 വട്ടം പറയുമ്പോഴും നിങ്ങൾ ജയിക്കുന്നതിന് മുൻപ് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഇതൊന്നും ആയിരുന്നില്ല. അതെന്തെങ്കിലും നിങ്ങളിപ്പോൾ നടപ്പിലാക്കുന്നുണ്ടോ? എന്ത് പറ്റി? മോദിജി നിങ്ങൾക്കൊന്നും തന്നില്ലേ? ഉന്നത കുലജാതന്മാർ വന്നെങ്കിലേ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകളുടെ ഉന്നമനം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മോദിജിയോട് സ്ഥലം ചോദിച്ചതാണ്. പക്ഷെ മോദിജി എനിക്ക് ആ അധികാരം തന്നില്ല എന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ദീർഘവീക്ഷണമുള്ളൊരു ആളാണ് നരേന്ദ്രമോദിജി. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ തരാത്തത്. ഈ ശരിക്കും പറഞ്ഞാൽ BJPക്ക് ഒരു ബാധ്യത തന്നെയാണ് സുരേഷ് ഗോപി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ ഒരു പാർട്ടിയിലും ഉന്നയിച്ച് ഒരു പാർട്ടിയിലും ഞാൻ ആശ്രയിച്ച ഒരു വ്യക്തിയല്ല, ഒരു പാർട്ടിയും താങ്ങുന്ന ഒരു വ്യക്തിയല്ല, അടിമയുമല്ല. അതാദ്യം ഞാൻ പറയണം, അടിമയല്ല. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ എനിക്ക് സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ സുരേഷ് ഗോപി കാണിക്കുന്നത്